ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നവരെ താക്കീത് ചെയ്യാനാണ് അവൻ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന നമുക്ക്, അവൻ്റെ കോപം ഭയപ്പെടുന്ന നമുക്ക് അത്തരം ആഘോഷങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും പങ്കുചേരാനും അതിനാശംസ നേരാനും സാധിക്കുക? ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ സഹോദരങ്ങളെ അതുപോലുള്ള കാര്യങ്ങൾക്ക് ആശംസ അർപ്പിക്കുക ഒരു മുസ്ലിമിന് പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു കൂട്ടരോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. മുഅ്മിനുകൾ അതുപോലുള്ള കാര്യങ്ങൾ കണ്ടാൽ അതിലേക്ക് ചെന്നു ചേരാതെ മാന്യമായി കടന്നു പോകുന്നവരാണ്, അതിനവഗണിച്ചു പോകുന്നവനാണ് മുഅ്മിൻ. അല്ലാഹു റബ്ബുൽ ആലമീനിൻ്റെ യഥാർത്ഥ അടിമകൾ അങ്ങനെയാണ്. വഇദാ മർറു ബില്ലഗ്വി മർറു കിറാമ, മോശമായ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടാൽ അതിൽ പങ്കുചേരാതെ പോകുന്നവരാണവർ. അവരൊരിക്കലും ലാ യശ്ഹദൂന സൂർ, അവർ ഗുരുതരമായ ഇത്തരം തെറ്റായ വാക്കുകൾക്ക് സാക്ഷ്യം വഹിക്കാത്തവരാണ്, അതിൻ്റെ കൂടെ ചേരാത്തവരാണ്. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദിൻ്റെ വക്താക്കളാവുക. അള്ളാഹു തൗഹീദിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.